എന്തൊക്കെയോ രീതിയിലുള്ള ഒരു കാര്യങ്ങളാണ് നിങ്ങളുടെ മനസ്സിലൂടെ ഇങ്ങനെ ഓടിക്കൊണ്ടിരിക്കുന്നത്. ഇപ്പോൾ അതേ പ്രഷറിൽ നിങ്ങൾ ചെന്ന് റിപ്പീറ്റിന് ജോയിൻ ചെയ്ത് കഴിഞ്ഞാൽ ഇത് 3 മാസം കൊണ്ടോ 2 മാസം കൊണ്ടോ നമ്മൾ എഴുതുന്ന എക്സാം അല്ല, നമ്മൾ ഒരു വർഷം പഠിച്ച് എഴുതുന്ന ഒരു എക്സാമാണ്. അപ്പോൾ ഇത്രയും പ്രഷറോട് കൂടി സ്റ്റാർട്ട് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ആ ഒരു അവസാനം വരെ എത്താൻ പറ്റത്തില്ല. അപ്പോൾ ഇത് ചെയ്യുന്നവരോട് ഇതിനകത്തുള്ള കുറച്ച് കൊച്ചുങ്ങൾ, അതായത് ഈ റിപ്പീറ്റ് ചെയ്യുന്നതിൽ ഒരു ചെറിയ പ്രൊപ്പോർഷനെങ്കിലും കഴിഞ്ഞ പ്രാവശ്യം ഇനി ഇപ്രാവശ്യം കൊണ്ട് എനിക്ക് പഠിച്ചാൽ കിട്ടത്തില്ല എന്ന് വിചാരിച്ച് അടച്ചു വെച്ചിട്ട് ഇപ്രാവശ്യം ഫ്രഷ് ആയിട്ട് തുടങ്ങുന്ന ഒരു കാറ്റഗറി ഉണ്ട്. പക്ഷെ വേറൊരു കാറ്റഗറി ഉണ്ട്, നന്നായിട്ട് എഫേർട്ട് ഇട്ടിട്ട് ഇപ്പോൾ ഒരു ബോർഡർ ലൈനിൽ തട്ടി നിൽക്കുന്ന കൊച്ചുങ്ങളുണ്ട്. ഫൈനൽ ഇയർ ആണ്, അത്യാവശ്യം പഠിക്കാനുണ്ട്, നല്ല പ്രഷറുണ്ട്, എല്ലാം ഉണ്ട്. അപ്പം നമ്മൾ ഇങ്ങോട്ട് വന്നാൽ ഒരു സമാധാനമുള്ളൊരു ലൈഫല്ല. പിന്നെ നമ്മളുടെ ഇഷ്ടത്തിന് നമ്മളുടെ ഒരു രീതിയിൽ സമാധാനം കണ്ടെത്തുന്നെന്നുള്ളതേ ഉള്ളൂ. ഹലോ ഗൈസ്, അപ്പോൾ എല്ലാവരും എന്ത് പറയുന്നു? സുഖമായിട്ടിരിക്കുന്നു? അപ്പോൾ നമ്മൾ അത്യാവശ്യം ഒരു വലിയ ഗ്യാപ്പിന് ശേഷമാണ് കേട്ടോ ഇന്നത്തെ വീഡിയോ എടുക്കുന്നത്. അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ ഞാനിങ്ങനെ പോയിന്റ് ബൈ പോയിന്റ് ആയിട്ടൊന്നും നിങ്ങളോട് പറയാനായിട്ട് വിചാരിക്കുന്നില്ല. എനിക്ക് കുറച്ച് കാര്യങ്ങൾ നിങ്ങളോട് പറയണമെന്ന് തോന്നി. കാരണം എനിക്ക് ഇൻസ്റ്റാഗ്രാമിലൊക്കെ ഒത്തിരി മെസ്സേജ് വരുന്നുണ്ട്, യൂട്യൂബിൻ്റെ കമൻറ്റ്സ് തന്നെയാണെങ്കിലും. ഇപ്പോൾ എനിക്ക് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ മറ്റേത് ഞാൻ വരുന്ന അത്രയും റിപ്ലൈ തരാനായിട്ട് നോക്കുമായിരുന്നു. ഇതിപ്പോൾ എനിക്ക് റിപ്ലൈ തരാൻ പറ്റുന്നതിലും കൂടുതൽ കമൻറ്റ്സ് വരുന്നുണ്ട് കേട്ടോ. അപ്പം ഞാൻ വിചാരിച്ച് എന്തായാലും ഒരു വീഡിയോ ആയിട്ട് ചെയ്യാം, കാരണം എല്ലാവരും പറയുന്നത് ഏകദേശം ഒരേ കാര്യങ്ങളൊക്കെ തന്നെയാണ്. അപ്പോൾ നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ റിപ്പീറ്റ് പ്ലാൻ ചെയ്യുന്നത്, അതായത് ഇപ്രാവശ്യം റിപ്പീറ്റ് ചെയ്ത് എഴുതിയതിൽ സ്കോർ ഒരു സാറ്റിസ്ഫൈഡ് അല്ല, അല്ലെങ്കിൽ ഒരു കോഴ്സിന് കിട്ടാനുള്ള സ്കോർ ഇല്ലാത്ത കൊച്ചുങ്ങളുണ്ടല്ലോ, അവർ റിപ്പീറ്റ് ചെയ്യാൻ പ്ലാൻ ചെയ്യുന്നുണ്ടാവും. അപ്പോൾ അവരോട് പറയാനായിട്ടുള്ള കാര്യങ്ങളാണ് ഇന്ന് ഈ വീഡിയോയിലൂടെ പറയുന്നത്. അപ്പോൾ എൻ്റെ പേര് ശില്പ, ഞാൻ ശ്രീനാരായണ മെഡിക്കൽ കോളേജിൽ ഒരു ഫൈനൽ ഇയർ MBBS സ്റ്റുഡൻ്റ് ആണ്. നിങ്ങളുടെ മെസ്സേജും കാര്യങ്ങളൊക്കെ ഞാൻ കാണുന്നുണ്ടായിരുന്നു കേട്ടോ. എൻ്റെ മൈൻഡും അത്ര ഓക്കെ അല്ലാത്തത് കൊണ്ടാണ് ഞാൻ റിപ്ലൈ ഒന്നും തരാതിരുന്നത്. ഇന്നു മുതൽ ഞാൻ എല്ലാത്തിനും റിപ്ലൈ തന്നു തുടങ്ങുന്നതായിരിക്കും കേട്ടോ. എല്ലാവരും പറയുന്ന ഒരേ കാര്യം തന്നെയായിരുന്നു. എനിക്ക് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങളെ ആശ്വസിപ്പിക്കാനുള്ളൊരു മൈൻഡ് സെറ്റ് ഉണ്ടായിരുന്നില്ല, ഞാൻ തന്നെ ഇത്തിരി ഡൗൺ ആയിട്ടിരിക്കുകയായിരുന്നു. അതുകൊണ്ട് എനിക്ക് പറയാനുള്ളതെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇപ്പം നമ്മളെടാ ഒത്തിരി വെപ്രാളം പിടിച്ച് എന്തെങ്കിലും ഒരു കാര്യം ചെയ്തു കഴിഞ്ഞാൽ അത് സക്സസ് ആവാനുള്ള ചാൻസ് ഭയങ്കര കുറവാണ്. ഇപ്പം നിങ്ങൾ റിസൾട്ട് വരുന്നത് വരെ വെയിറ്റ് ചെയ്യുക. ഇപ്പം തന്നെ നിങ്ങളിങ്ങനെ പ്രഷർ എടുത്ത് വയ്ക്കുകയാണ്. എന്തൊക്കെയോ രീതിയിലുള്ള ഒരു കാര്യങ്ങളാണ് നിങ്ങളുടെ മനസ്സിലൂടെ ഇങ്ങനെ ഓടിക്കൊണ്ടിരിക്കുന്നത്. ഇപ്പോൾ അതേ പ്രഷറിൽ നിങ്ങൾ ചെന്ന് റിപ്പീറ്റിന് ജോയിൻ ചെയ്ത് കഴിഞ്ഞാൽ ഇത് 3 മാസം കൊണ്ടോ 2 മാസം കൊണ്ടോ നമ്മൾ എഴുതുന്ന എക്സാം അല്ല, നമ്മൾ ഒരു വർഷം പഠിച്ച് എഴുതുന്ന ഒരു എക്സാമാണ്. അപ്പോൾ ഇത്രയും പ്രഷറോട് കൂടി സ്റ്റാർട്ട് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ആ ഒരു അവസാനം വരെ എത്താൻ പറ്റത്തില്ല. അപ്പോൾ നിങ്ങൾ എന്തായാലും കാമായിട്ട് സ്റ്റാർട്ട് ചെയ്യുന്നത് തന്നെ ആയിരിക്കും നല്ലത്. അപ്പോൾ റിസൾട്ട് വരുന്നത് വരെ ഒന്ന് വെയിറ്റ് ചെയ്യുക. അത്യാവശ്യം സമാധാനത്തോടെ നന്നായിട്ട് പ്രാർത്ഥിച്ചിട്ടൊക്കെ നമുക്ക് തുടങ്ങാം. പിന്നെ ഇപ്പോൾ ഈ റിപ്പീറ്റ് ചെയ്യുന്നവരോട് ഇതിനകത്തുള്ള കുറച്ച് കൊച്ചുങ്ങൾ, അതായത് ഈ റിപ്പീറ്റ് ചെയ്യുന്നതിൽ ഒരു ചെറിയ പ്രൊപ്പോർഷനെങ്കിലും കഴിഞ്ഞ പ്രാവശ്യം ഇനി ഇപ്രാവശ്യം കൊണ്ട് എനിക്ക് പഠിച്ചാൽ കിട്ടത്തില്ല എന്ന് വിചാരിച്ച് അടച്ചു വെച്ചിട്ട് ഇപ്രാവശ്യം ഫ്രഷ് ആയിട്ട് തുടങ്ങുന്ന ഒരു കാറ്റഗറി ഉണ്ട്. അപ്പോൾ അവർക്ക് വേണമെങ്കിൽ ഇപ്പോഴേ പോയി ജോയിൻ ചെയ്യാം, അതായത് ഇപ്പോഴത്തെ ബാച്ചിലൊക്കെ ജോയിൻ ചെയ്യാം. അത്യാവശ്യം നല്ല രീതിയിൽ എഫേർട്ട് ഇട്ടിട്ട് കിട്ടാത്ത കുറച്ച് കൊച്ചുങ്ങളുണ്ടല്ലോ, അവരോടാണ് ഞാൻ വെയിറ്റ് ചെയ്യാൻ പറയുന്നത്. മനസ്സിലായോ? അതായത് കുറച്ച് കൊച്ചുങ്ങൾ കഴിഞ്ഞ പ്രാവശ്യം ഏകദേശം പകുതി ആയപ്പോൾ തന്നെ അവർക്ക് കിട്ടത്തില്ല എന്നുള്ളൊരു ബോധ്യം വന്നിട്ട് അവർ നിർത്തിയിട്ട് ഞാൻ ഒന്നും കൂടെ റിപ്പീറ്റ് ചെയ്യാം എന്ന് പ്ലാൻ ചെയ്തവരുണ്ട്. അപ്പോൾ അവരിപ്പോൾ തുടങ്ങുന്നത് കൊണ്ട് കുഴപ്പമില്ല, കാരണം അവർ കാര്യമായിട്ടുള്ളൊരു എഫേർട്ട് കഴിഞ്ഞ കൊല്ലം എടുത്തിട്ടില്ല. പക്ഷേ വേറൊരു കാറ്റഗറി ഉണ്ട്, നന്നായിട്ട് എഫേർട്ട് ഇട്ടിട്ട് ഇപ്പോൾ ഒരു ബോർഡർ ലൈനിൽ തട്ടി നിൽക്കുന്ന കൊച്ചുങ്ങളുണ്ട്. അവരോടാണ് ഞാൻ പറയുന്നത്, നിങ്ങൾ അത്യാവശ്യം ഒരു മൈൻഡൊക്കെ ഒന്ന് റിലാക്സ് ചെയ്തിട്ട് പതുക്കെ സ്റ്റാർട്ട് ചെയ്താൽ മതി. പിന്നെ നിങ്ങൾക്കിപ്പം ഇന്ത്യയുടെ കാര്യങ്ങളൊക്കെ നന്നായിട്ട് അറിയാമല്ലോ. അതായത് ഒരു കൊല്ലം എക്സാം ഈസി ആണെങ്കിൽ അടുത്ത കൊല്ലം എക്സാം ടഫായിരിക്കും. ഈസി ആണെങ്കിൽ അത് എക്സ്ട്രീം ഈസി ആയിരിക്കും, ടഫ് ആണെങ്കിൽ അത് എക്സ്ട്രീം ടഫായിരിക്കും. അപ്പോൾ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ നല്ല രീതിയിൽ ചിന്തിച്ചിട്ടൊരു തീരുമാനം എടുക്കുക, ചാടിക്കയറി ഒരു തീരുമാനം എടുക്കാതിരിക്കുക. ഈ ലോകത്ത് ഈ ഒരു കോഴ്സ് മാത്രമല്ലല്ലോടാ. ശരിക്കും ഞാൻ ഈ ഒരു കോഴ്സ് പഠിക്കുന്ന ആളാണ്. എൻ്റെ അനിയത്തി ഈ ഒരു കോഴ്സിന് വേണ്ടിയിട്ട് പ്രിപ്പയർ ചെയ്തിട്ട് ഇപ്പം റിസൾട്ടിന് വേണ്ടിയിട്ട് വെയിറ്റ് ചെയ്യുന്ന ഒരാളാണ്. എനിക്ക് എല്ലാ രീതിയിലും നിങ്ങളെ റിലേറ്റ് ചെയ്യാൻ പറ്റും. പക്ഷേ എനിക്ക് അങ്ങോട്ട് നിങ്ങളുടെ ഈ ഒരു ടെൻഷനും വെപ്രാളമൊക്കെ കാണുമ്പോൾ എനിക്കും കൂടെ ഒരു വിഷമമായി പോവാം. നമ്മളുടെ ഈ ലോകത്ത് ഈ ഒരു കോഴ്സ് മാത്രമല്ല, നമ്മളിപ്പം നിങ്ങൾ കുറേ നാളായിട്ട് ഇതിൻ്റെ പുറകെ തന്നെ ഓടിക്കൊണ്ടിരിക്കുന്നതുകൊണ്ടാണ് നിങ്ങൾക്കൊന്ന് മാറ്റി തിങ്ക് ചെയ്യാനായിട്ട് പറ്റാത്തത്. അപ്പോൾ ഞാൻ എല്ലാവരും മാറ്റി തിങ്ക് ചെയ്യണമെന്നല്ല പറഞ്ഞത്, എന്നാലും നിങ്ങളുടെ ആ ഒരു മെൻ്റൽ സ്റ്റെബിലിറ്റിയും കൂടെ കൺസിഡർ ചെയ്യണം. നിങ്ങളെ കൊണ്ട് പറ്റുമെന്ന് തോന്നുന്നുണ്ടെങ്കിൽ മാത്രം പോയാൽ മതിയടാ. എന്തൊക്കെ നല്ല കോഴ്സ് വേറെ ഉണ്ട്. ഇപ്പം ഈ ഒരു കോഴ്സ് ആണെങ്കിലും ഇപ്പം ഞാനാണെങ്കിലും ഇപ്പോൾ ഫൈനൽ ഇയർ ആണ്, അത്യാവശ്യം പഠിക്കാനുണ്ട്, നല്ല പ്രഷറുണ്ട്, എല്ലാം ഉണ്ട്. അപ്പം നമ്മൾ ഇങ്ങോട്ട് വന്നാൽ ഒരു സമാധാനമുള്ളൊരു ലൈഫല്ല. പിന്നെ നമ്മളുടെ ഇഷ്ടത്തിന് നമ്മളുടെ ഒരു രീതിയിൽ സമാധാനം കണ്ടെത്തുന്നെന്നുള്ളതേ ഉള്ളൂ. മനസ്സിലായോ? അപ്പോൾ എന്തായാലും നിങ്ങൾ നന്നായിട്ട് തിങ്ക് ചെയ്തിട്ട് നന്നായിട്ട് ചിന്തിച്ചിട്ടൊരു തീരുമാനം എടുക്കുക, നിങ്ങളെ കൊണ്ട് പറ്റുമെന്നുണ്ടെങ്കിൽ മാത്രം. അതായത് ചിലപ്പോൾ അടുത്ത കൊല്ലം എക്സാം ഇതിലും ടഫാവാം. അപ്പോൾ അത് നിങ്ങൾക്ക് എഴുതിയെടുക്കാൻ പറ്റുമെന്നുള്ളൊരു കോൺഫിഡൻസ് ഉണ്ടെങ്കിൽ ചിലപ്പോൾ ഇത്രയും കൂടി ഈസി ആയിരിക്കും. അപ്പോൾ ഈസി ആണെങ്കിലും ടഫാണെന്നുള്ള രീതിയിൽ പഠിച്ചിട്ട് പോയി തെറ്റിക്കാതിരിക്കുക. അങ്ങനെ നമ്മൾ പല ഒരു രീതിയിലാണല്ലോ
ഈ എക്സാമിനെ നമ്മളിപ്പോൾ ഹാൻഡിൽ ചെയ്തുകൊണ്ടിരിക്കുന്നത്. ചിലപ്പോൾ നമ്മൾ ടഫ് ആവുമെന്ന് എക്സ്പെക്ട് ചെയ്തിട്ട് പോയി ഈസി ആകുമ്പോഴത്തേക്ക് നമ്മൾ ഈസി ക്വസ്റ്റ്യൻസ് ചിലപ്പം ടഫ് എന്നുള്ള രീതിയിൽ ചെയ്ത് തെറ്റിക്കാറുണ്ട്. അപ്പോൾ അതാ ഞാൻ പറഞ്ഞത്, എല്ലാ രീതിയിലും നിങ്ങൾക്കിപ്പോൾ ഏത് രീതിയിലൊരു ക്വസ്റ്റ്യൻ പേപ്പർ വന്നാലും അത് ഹാൻഡിൽ ചെയ്യാൻ പറ്റുമെന്നുള്ളൊരു കോൺഫിഡൻസ് ഉണ്ടെങ്കിൽ മാത്രം പോവുക. പിന്നെ എസ്പെഷ്യലി ജനറൽ കാറ്റഗറിയുടെ കാര്യം നിങ്ങൾക്ക് അറിയാമല്ലോ. സാധാ ഇപ്പോൾ എന്താണ് SC ST OBC OEC അവരെ പോലെ ഒന്നുമല്ല, നല്ല മാർക്ക് വേണം. അപ്പോൾ നമ്മൾ ആ ഒരു കാറ്റഗറിയിൽ നിന്ന് പോകുന്നവരൊക്കെ അത്രയും ബോൾഡ് ആണെങ്കിൽ മാത്രം. കാരണം നമ്മളുടെ ഒരു ലൈഫാണ്, നമ്മളുടെ ഒരു ലൈഫല്ല, നമ്മളുടെ ഒരു വർഷമാണ്. വർഷത്തിന് പുറമെ നമ്മളുടെ ആ ഒരു മെൻ്റൽ സ്റ്റെബിലിറ്റി പോവടാ. എനിക്കിപ്പോൾ ഈ ഒരു മെസ്സേജസിലും കൂടെയും കാര്യങ്ങളിലൂടെ മനസ്സിലാവുന്ന ഒരു കാര്യം അതാണ്. അത്രയും പോയിരിക്കുകയാണ് എല്ലാവരുടെയും ആ ഒരു ഇത്. എക്സാം ടഫാണ് എനിക്കറിയാം. ഞാൻ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഇതിങ്ങനെ പ്ലാൻ ചെയ്തിട്ട് പറയുന്നില്ല. എനിക്ക് നിങ്ങളോട് പറയാനുള്ള കാര്യങ്ങൾ ഓപ്പണായിട്ട് പറയാം. ഇതിനകത്തിൽ എന്തെങ്കിലും പോയിൻറ്റ്സ് ഉണ്ടോ എന്ന് തന്നെ എനിക്കറിയത്തില്ല. ഞാനിങ്ങനെ പറഞ്ഞു പോകാമെന്നാണ് ഉദ്ദേശിക്കുന്നത്. ഇപ്പോൾ ഒരാൾ എൻ്റെ അടുക്ക വന്ന് നേരിട്ട് ചോദിച്ചു കഴിഞ്ഞാൽ അയാളോട് എങ്ങനെ പറയണം, ആ ഒരു രീതിയിലാണ് ഞാൻ പറയുന്നത്. പിന്നെ ഇപ്പം എന്താണ് പറ്റുന്നില്ല എന്ന് തോന്നുന്നുണ്ടെങ്കിൽ, അതായത് പറ്റുന്നില്ല, പിന്നെ ചില കൊച്ചുങ്ങൾക്ക് വീണ്ടും, അതായത് ഇപ്പം നിങ്ങളുടെ കൂടെയുള്ള ഫ്രണ്ട്സൊക്കെ ഇപ്പോൾ ചിലപ്പോൾ വേറൊരു ഡിഗ്രി കോഴ്സ് എടുത്തിട്ടുണ്ടെങ്കിൽ അവർ സെക്കൻഡ് ഇയറോ തേർഡ് ഇയറോ ഒക്കെ ആയിട്ടുണ്ടാവും. അപ്പോൾ അങ്ങനത്തെ ടെൻഷനുള്ളവർക്ക് വീണ്ടും ചെന്ന് ആ ഒരു ഡിഗ്രി കോഴ്സ് എടുക്കാനായിട്ടുള്ളൊരു ബുദ്ധിമുട്ട് കാണും. അപ്പോൾ അങ്ങനെയുള്ളവർ ഈ കോഴ്സിൻ്റെ താഴെ തന്നെയുള്ള കോഴ്സൊക്കെ എടുക്കുക. ഇപ്പം എന്താണ് BDS ആണെങ്കിലും നല്ല കോഴ്സാണ്. എന്താണ് ബാക്കി അതിൻ്റെ താഴോട്ടുള്ള ആയുർവേദം, BAMS BHMS ഇതെല്ലാം നമുക്ക് നല്ല കോഴ്സുകളൊക്കെ തന്നെയാണ്. അത്യാവശ്യം നമ്മൾ പഠിച്ചിട്ട് നമ്മൾ ആഗ്രഹിക്കുന്നൊരു ഫീൽഡിൽ തന്നെയല്ലേ, അറ്റ്ലീസ്റ്റ് ഡോക്ടർ തന്നെയല്ലേ നമ്മളാവുന്നത്. എല്ലാ കോഴ്സിനും അതിൻ്റേതായിട്ടുള്ള സ്കോപ്പും കാര്യങ്ങളും ഉണ്ട്. വെറ്റിനറി ഉണ്ട്, അഗ്രികൾച്ചർ ഉണ്ട്, ഫോറസ്ട്രി ഉണ്ട്. അപ്പോൾ അങ്ങനെയൊക്കെ നോക്ക്. പിന്നെ BDS അത്ര മോശം കോഴ്സൊന്നും അല്ല. ഇപ്പോൾ എന്താണ് MBBS ജസ്റ്റ് മിസ്സാവുന്നവർ തന്നെയാണ് BDS എടുക്കുന്നത്. BDS ശരിക്കും പറഞ്ഞാൽ അത്ര മോശം കോഴ്സൊന്നുമില്ല. നമ്മുടെ അത്രയും പ്രഷറും കാര്യങ്ങളൊന്നുമില്ല. MBBSൻ്റെ അത്രയും പ്രഷറില്ല, റിസ്ക് ഇല്ല. ഡോക്ടറാണോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഡോക്ടറാണ്. നമ്മൾ പഠിക്കുന്ന എല്ലാ കാര്യങ്ങളും പഠിക്കുന്നുണ്ടോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ പഠിക്കുന്നുണ്ട്. ഇപ്പം നമ്മൾ എന്താണ് MBBS ഡോക്ടേഴ്സ് എന്ന് പറയുമ്പോഴത്തേക്കും ഫുൾ ബോഡി അനാട്ടമി പഠിക്കും. അവർ ഹെഡ് ആൻഡ് നെക്ക് മാത്രമേ പഠിക്കത്തുള്ളൂ. പിന്നെ കുറച്ച് പേർക്ക് ഈ എന്താണ് പല്ല് മാത്രം ട്രീറ്റ് ചെയ്യുന്ന ആ ഒരു രീതിയിലുള്ള തോട്ടൊന്നും നിങ്ങളുടെ പോകേണ്ട കാര്യമില്ല. ഇതിനകത്തിൽ തന്നെയും BDSനകത്തിൽ തന്നെയും എന്താ മാക്സിലോഫേഷ്യൽ സർജറിയും കാര്യങ്ങളും ഒക്കെ ഉണ്ട്. അപ്പോൾ നിങ്ങൾക്ക് അങ്ങനത്തെ ഒരു രീതിയിലാണെങ്കിൽ നിങ്ങൾക്ക് BDS എടുത്തിട്ട് MDS ഇങ്ങനെ മാക്സിലോഫേഷ്യൽ സർജറി ആ ഒരു രീതിയിലൊക്കെ പോകാമല്ലോ, റൂട്ട് കനാലോ, അങ്ങനെ എന്തൊക്കെ നമുക്ക് ഇതിലും നമുക്ക് സന്തോഷം കണ്ടെത്താനായിട്ട് പറ്റുമടാ. അപ്പോൾ നിങ്ങളിങ്ങനെ ടെൻഷൻ ആവണ്ട, നമ്മൾ അത്രയും മോശക്കാരൊന്നുമല്ല. ചിലവർക്കത് പറ്റത്തില്ല. ചിലവർക്കിപ്പോൾ ഫിസിക്സ് ടഫായിരിക്കും. ഫിസിക്സ് ടഫ് ആയതുകൊണ്ട് തന്നെ നമുക്കൊരു നല്ലൊരു മാർക്കിലേക്ക് എത്താൻ പറ്റിയിട്ടുണ്ടാകത്തില്ല. അതിൻ്റെ അർത്ഥം നിങ്ങൾ മോശമാണെന്നല്ല. എല്ലാവർക്കും ഇപ്പോൾ എന്താണ് നമ്മളുടെ നീറ്റ് സ്കോർ വെച്ചിട്ടൊന്നുമല്ല നമ്മൾ നല്ലൊരു ഡോക്ടർ ആവുമോ ഇല്ലയോ എന്ന് പറയാൻ പറ്റുന്നത്. ഇപ്പോൾ സെൽഫ് ഫിനാൻസിങ്ങിൽ പഠിക്കുന്നതിൽ ഇപ്പോൾ തന്നെ കഴിഞ്ഞ പ്രാവശ്യം കുഹാസ് എന്ന് പറയുന്നത് കേരള യൂണിവേഴ്സിറ്റി ഓഫ് ഹെൽത്ത് സയൻസിൽ യൂണിവേഴ്സിറ്റി ടോപ്പർ വന്നത് ഞങ്ങളുടെ കോളേജിൽ നിന്നാണ്. അപ്പം ഇവിടെ പഠിക്കുന്നവർക്ക് അറിയാമല്ലോ, ഗവൺമെൻറ് കോളേജിൽ അഡ്മിഷൻ കിട്ടിയവരെക്കാട്ടും കുറച്ചും കൂടെ മാർക്ക് കുറവാണ്. അപ്പോൾ നീറ്റ് എന്ന് പറയുന്ന ഒരു ക്രൈറ്റീരിയ അല്ല നിങ്ങൾ നല്ലൊരു ഡോക്ടർ ആവുന്നതും നിങ്ങൾക്ക് MBBSന് നല്ല മാർക്ക് കിട്ടുന്നതിനും ഒന്നും നീറ്റ് എന്ന് പറയുന്ന ഒരു ക്രൈറ്റീരിയ അല്ല. നമുക്കൊരു എൻട്രി എക്സാം മാത്രമാണ് നീറ്റ്. അപ്പോൾ നിങ്ങൾക്ക് അങ്ങനെ ഞാൻ പറഞ്ഞ ഇപ്പോൾ എന്താണ് അഫോർഡ് ചെയ്യാൻ പറ്റുന്നവരാണെങ്കിൽ സെൽഫ് ഫിനാൻസിങ് MBBS എടുക്കാൻ പറ്റുന്നവരാണെങ്കിൽ അത് നോക്കുക. അതിൽ തന്നെ ഇപ്പോൾ BDS എടുക്കാൻ പറ്റുന്നവരാണെങ്കിൽ BDS നോക്കുക. വെറ്റിനറി എടുക്കാൻ പറ്റുന്നവരാണെങ്കിൽ വെറ്റിനറി നോക്കുക. നമ്മുടെ മൈൻഡ് അങ്ങ് ഓക്കെ ആയിക്കോളൂടെ. ഇപ്പം നിങ്ങൾ ഇതിനകത്തിൽ തന്നെ സ്റ്റിക്ക് ഓൺ ചെയ്തുകൊണ്ടിരിക്കുന്നതുകൊണ്ടാണ് നിങ്ങൾക്ക് വേറെ എന്തെങ്കിലും പറ്റുമോ ആ ഒരു രീതിയിലുള്ള ടെൻഷനൊക്കെ വരുന്നത്. നമ്മൾ ഒരെണ്ണെടുത്ത് മാറിക്കഴിയുമ്പോഴത്തേക്ക് നമ്മുടെ മൈൻഡ് സെറ്റ് ഗ്രാജുവലി ഓക്കെ ആയിക്കോളും. പിന്നെ അത്രയും ഉറപ്പുണ്ടെങ്കിൽ മാത്രം നിങ്ങൾ റിപ്പീറ്റോ സൂപ്പർ റിപ്പീറ്റോ ഒക്കെ പ്ലാൻ ചെയ്താൽ മതി. എല്ലാവർക്കും നല്ലത് വരാനായിട്ട് ഞാൻ പ്രാർത്ഥിക്കുന്നുണ്ട്. ഇനി മുതൽ ഞാൻ നിങ്ങളുടെ മെസ്സേജസിനും കാര്യങ്ങൾക്കും ഒക്കെ റിപ്ലൈ തന്നു തുടങ്ങുന്നുണ്ട്. പിന്നെ സെൽഫ് ഫിനാൻസിങ് BDS നോക്കുന്നവരാണെങ്കിൽ ഒരു 10-25 സീറ്റോളം സ്കോളർഷിപ്പോടെ പ്രൊവൈഡ് ചെയ്യാനായിട്ടുള്ളൊരു പ്രോബബിലിറ്റി ഉണ്ട്. അതായത് നിങ്ങൾക്ക് അറിയാമല്ലോ 3,30,000 രൂപയാണ് ട്യൂഷൻ ഫീസ്. 30,000 മുതൽ 70,000 വരെ വർഷം നിങ്ങളുടെ ട്യൂഷൻ ഫീസിൽ കുറച്ച് പഠിക്കാനായിട്ടുള്ളൊരു അവസരം നിങ്ങൾക്ക് ഉണ്ടാവും. അങ്ങനെ ഇൻട്രസ്റ്റ് ഉണ്ടെങ്കിൽ, അതായത് ഇപ്പോൾ എന്താണ് 3,30,000 ഇപ്പോൾ 30,000 കുറയ്ക്കുമ്പോൾ 3 ലക്ഷം ഫീസ് അടയ്ക്കാം. 50,000 കുറയ്ക്കുമ്പോൾ അറിയാമല്ലോ 2,80,000 ഫീസ് അടയ്ക്കാം. 70,000 കുറയ്ക്കുമ്പോൾ അറിയാമല്ലോ അത്രയും കുറച്ച്, അതായത് 3,30,000 നിന്ന് 70,000 കുറച്ചുള്ള ഫീസ് നിങ്ങൾ പെർ ഇയർ അടച്ചടച്ച് പോയാൽ മതി. അങ്ങനത്തെ ഒരു സ്കോളർഷിപ്പ് സ്കീമുണ്ട്. അപ്പോൾ അതിനകത്ത് ഇൻട്രസ്റ്റ് ഉള്ളവർ എൻ്റെ നമ്പറിലേക്ക് മെസ്സേജ് ചെയ്യുക. ഞാൻ എൻ്റെ ഡീറ്റെയിൽസും കാര്യങ്ങളൊക്കെ പറഞ്ഞു തരാം. അപ്പോൾ എന്തെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ നിങ്ങൾ ഇൻസ്റ്റഗ്രാമിലൊക്കെ മെസ്സേജ് അയച്ചു, ഞാൻ റിപ്ലൈ തന്ന് തുടങ്ങുന്നതായിരിക്കും. അപ്പോൾ അത്രേ ഉള്ളൂ. സമാധാനപ്പെട്ടിരിക്കട്ടെ, എന്തായാലും റിസൾട്ട് വരട്ടെ. റിസൾട്ട് വന്നിട്ട് നമുക്ക് നോക്കാം. അപ്പോൾ അത്രേ ഉള്ളൂ. ടാറ്റാ.